ഏതായാലും 2015 ഓർമ്മ, നമ്മുടെ തിരൂർ ദിനേശൻജി പുറത്തൊരു ആശുപത്രി വന്നു. തന്റെ ഗവേഷണത്തെ കുറിച്ചും കണ്ടെത്തലിനെ കുറിച്ചും വിസ്തരിച്ച് പറഞ്ഞു. നമുക്ക് ഒരു ഹിന്ദു കൂട്ടായ്മ അവിടെ മക്കത്തിന് സംഘടിപ്പിക്കണം. തീർച്ചയായിട്ടും നല്ലതാണ്. എല്ലാ സഭയവും നമ്മളെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാവും. അദ്ദേഹം വെള്ളിക്കാവില് മാതാ അമൃതാനന്ദമി അമ്മയെ കണ്ടു. അമ്മയും പൂർണ്ണമായ സന്തോഷം, നല്ലൊരു നിലയ്ക്ക് നടക്കണം എന്നുള്ള ഒരു സന്ദേശം. അങ്ങനെയാണ് 2026 3 ദിവസമായിരിക്കുന്ന ഓർമ്മ ഒരു മേളനം നടന്നു. അന്ന് പങ്കെടുത്താരെങ്കിലും കൂട്ടത്തിലുണ്ടോ എന്നറിയില്ല. 2014 ഒരു 30 സന്യാസിമാരൊക്കെ ഉണ്ടാവും. അത്രയുള്ളൂ. ഒരു എല്ലാം കൂടി 10-600 പേര് പങ്കെടുത്തിട്ടുണ്ടാവുമെന്നാണ് തോന്നുന്നത്. അറിയില്ല, കൃത്യം അറിയില്ല. തുടർന്ന് 2017 നടന്നിരുന്നു. അന്ന് തിരുനാവായ നാവമുഹൂർത്ത ക്ഷേത്രത്തിന്റെ വശത്തിൽ ഭാരതപ്പുഴയുടെ തീരത്ത് തന്നെയുള്ള സ്ഥലത്താണ് അന്ന് ഒരു ചെറിയൊരു പന്തല് പോലെയൊക്കെ കെട്ടി വളരെ ചെന്നു ചെയ്തിരുന്നു. പിന്നെ 2018, 19, 20 3 വർഷം തുടർച്ചയായി നടന്നു. 3 വർഷമൊക്കെ ആവുമ്പോഴത്തേക്ക് ആൾക്കാരുടെ എണ്ണം കൂടി. ധാരാളം സാധുക്കൾ സന്യാസിമാർ പങ്കെടുക്കുന്നു. 21 കോവിഡ് പ്രമാണിച്ച് നിയന്ത്രണമുള്ളത് കൊണ്ട് നടന്നില്ല. തുടർന്ന് 22, 23 മുടങ്ങാതെ വന്നു. ഏതായാലും 100 കണക്കിന് ആൾക്കാർ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. നാവാമുഹൂർത്ത ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറും മറ്റും പൂർണ്ണ സഹയോഗം ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് വന്നത്. ആഭ്യന്തര വിഷയങ്ങളും നമുക്കറിയില്ല. ഇനി അറിഞ്ഞാലും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. എന്തെല്ലാമോ ചില അഭിപ്രായ ഭിന്നതകളും മറ്റും രൂപപ്പെടും. ഇത് നടക്കേണ്ട അല്ലെങ്കിൽ നടത്തില്ല, നടത്താൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നടത്തിക്കൊണ്ടിരുന്നവർ എത്തിച്ചേർന്നു. തുടക്കം തൊട്ട് അതിന് ധാർമ്മികമായി മറ്റും നേതൃത്വം നൽകുകയും അതിനുവേണ്ടി എല്ലാ പരിശ്രമവും ചെയ്യുകയും ചെയ്ത സന്യാസിനിയാണ് മാതാ അമൃതാനന്ദമയി മഠത്തിലെ അതുല്യാമൃത പ്രണാമാതാജി. ഇപ്പോഴത്തെ അന്ന് അതുല്യാമൃത ചൈതന്യം. അതുപോലെ നമ്മുടെ പരമാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. പിന്നീട് തിരുനാവായ ഒരു വിഭാഗവും തവനൂർ വേറെ വിഭാഗവും എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ വർഷം നടന്നത്. അതുകൊണ്ട് തന്നെ 2 ഭാഗത്തും ഞാൻ വരില്ലാന്നും പറഞ്ഞ് പോകുന്നു. ഒന്നാണെന്നുള്ള രീതിയിൽ 2 ഭാഗത്ത് നടത്തിക്കോളും. വിരോധം 2 അല്ല 4 ഭാഗമുണ്ടെങ്കിൽ 4 ഭാഗം നടത്തിക്കോളും. പക്ഷെ 2 തോന്നുന്ന രീതിയിൽ നടത്തുകയാണെങ്കിൽ നമുക്ക് പങ്കെടുക്കാൻ പറ്റില്ല. ഏതായാലും പ്രാവശ്യം നമ്മുടെ ജൂനാഘാടയിലെ മഹാമണ്ഡലേശ്വരാനന്ദവനം ഭാരതി ഇതിൽ ബന്ധപ്പെട്ടു. വളരെ നല്ലൊരു നിലയിലേക്ക് അതിന്റെ പ്രചരണം വന്നു. 2 ഭാഗത്തുള്ളവർ ഒന്നിച്ച് ഒന്നാണെന്നുള്ള നിലയ്ക്ക് ഒരു മേള നടത്താൻ തീരുമാനമായി. അങ്ങനെ ഭാരതപ്പുഴയുടെ 2 കരയിലുമായിട്ട് നമുക്കറിയാം ഈ പ്രാവശ്യം തീരുമാനിക്കപ്പെട്ടു. ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. വളരെ ചുരുക്കം
ചുരുക്കം ക്ഷേത്രങ്ങളാണ് ബ്രഹ്മാവിന്റെ ക്ഷേത്രങ്ങളുള്ളത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ക്ഷേത്ര സങ്കേതങ്ങൾ അവിടെ ഉള്ളത് മാത്രമല്ല, അവയെ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് കാണാൻ പറ്റും ത്രികോണമാണെന്ന്. ആ ത്രികോണത്തിന്റെ കോണിലൂടെയാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്. അത് ശരിക്കും ശ്രീചക്രത്തിന്റെ ആന്തരികമായുള്ള ത്രികോണമാണ്. അങ്ങനെ പറഞ്ഞാൽ അതിന് പുറത്ത് ഇനിയും 3 കോണങ്ങൾ ഉണ്ടാവണം. അത് കണ്ടെത്താൻ ഉള്ള ഗവേഷണങ്ങൾ മുന്നോട്ട് വളരെ നീങ്ങേണ്ടതുണ്ട്. ഒരു പക്ഷേ നമ്മുടെ അഭിപ്രായം മാത്രമാണ്, ഒരു പക്ഷേ ഭാരതപ്പുഴയായി തീരുന്നിടം മുതൽ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ആ ത്രികോണം. അതായത് 3ാമത്തെ കോണം തുല്യ അകലത്തിലായിരിക്കുകയും ചെയ്യും. നോക്കിയാലേ അറിയുന്നു, നമുക്കറിയില്ല, അതുകൊണ്ട് മാത്രം പറയുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം ഭാരതപ്പുഴ അങ്ങനെ തന്നെയാണ്. ഈ 3ന്റെയും കോണിലൂടെയാണ് ഒഴുകുന്നത്. ഇപ്പുറത്ത് പിതൃഭൂമിയും അപ്പുറത്ത് യാഗഭൂമിയുമാണ്. യാഗഭൂമി എന്നുള്ള നിലയ്ക്ക് അവിടെ വേദപഠനം വളരെ നല്ല രീതിയിൽ നടന്ന സ്ഥലമാണ്. ഇപ്പൊ സൃഷ്ടിച്ചു, നാമമാത്രമായി ഇല്ലാതെ പറയാവുന്ന അവസ്ഥയിൽ എത്തി കുറച്ചു കാലം. എങ്കിലും ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ വളരെ വേദപഠനം നടന്ന സ്ഥലമാണ്. ഇനി ഭാരതപ്പുഴയുടെ തീരം നമ്മൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആധ്യാത്മിക, സാംസ്കാരിക, ധാർമ്മിക, സാഹിത്യ, ഗണിതശാസ്ത്ര, ജ്യോതിശാസ്ത്ര എന്ന പല മേഖലകളിൽ, ആയുർവേദ എന്നൊക്കെ പല മേഖലകളിൽ തിരിക്കാവുന്ന വിദ്വത് പരിഷ്ഠന്മാർ വസിച്ച, പ്രവർത്തിച്ച ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ന് പലരും മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ മറ്റു പലത്തുമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ നോക്കൂ, ഗണിതശാസ്ത്രത്തിൽ അതുപോലെ ജ്യോതിശാസ്ത്രത്തിൽ അച്യുതപിഷാരടിയെ പോലുള്ള, ന്യായത്തിലും കാവ്യത്തിലും വ്യാകരണത്തിലും മേൽപ്പത്തൂർ നാരായണഭട്ടതിരിയെ പോലുള്ള, മലയാളം ഭാഷയുടെ എന്തുകൊണ്ടും നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന എഴുത്തച്ഛനെ പോലുള്ള ലളിതമായി നമ്മുടെയൊക്കെ ഹൃദയത്തിലേക്ക് പ്രവേശിച്ച ശീലങ്ങളോട് കൂടിയ ഉന്നയനത്തിന്റെ ഉന്നയിക്കപ്പെടുക, ഇങ്ങനെ പറയുന്ന പലരും എത്രയെത്ര മഹാത്മാക്കൾ, അവരുടെ നാടാണ് ഇതെന്ന് പറയാൻ നമുക്ക് സാധിക്കും. ആ ഒരു മഹത്തായ പൈതൃകം ഇനി അതങ്ങോട്ട് വള്ളുവനാട്ടിലേക്കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ അതിവിശിഷ്ടമാണ്. മാന്ത്രിക, താന്ത്രിക, വൈദിക, ഈ 3 ധാരകളുടെയും ശരിക്കും പറഞ്ഞ സമ്മേളനമാണ് ഏറനാട് വള്ളുവനാട് പ്രദേശമാണ്. അതുപോലെ ഭാരതപ്പുഴ ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ തന്നെ വെട്ടത്തുനാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശക്തി ഉപാസനയുടെ കേന്ദ്രമാണ്. ഒരുപാട് ക്ഷയിച്ചുപോയി, അല്ലെങ്കിൽ നമ്മളെ വിസ്മരിക്കപ്പെട്ടു പോയി. ഒരുപാട് ദേവി തന്നെ എത്രമാത്രം ദേവി സങ്കേതങ്ങൾ, അതിസൂക്ഷ്മ ഉപാസന കേന്ദ്രങ്ങളോട് ഉണ്ടായിരുന്നു. ഓരോ ക്ഷേത്രത്തിന്റെയും പിന്നിലുള്ള
എന്നുള്ള ഐതിഹ്യത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക. അത്രയ്ക്കധികം വലിയ ഉപാസകന്മാരുടെ സ്ഥാനങ്ങൾ ഈ പ്രദേശത്തുണ്ടായി. അവിടെയാണ് ചോദ്യം, എന്ത് പറ്റി നമുക്ക് ഒക്കെ ഉണ്ടായിട്ട് എന്ത് പറ്റി നമുക്ക് അതൊന്നും മനസ്സിലാക്കണ്ട. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവിയിലൊന്നും പറ്റാതിരിക്കാൻ ശ്രമിക്കണ്ട. അതിരിക്കട്ടെ, എന്ത് തന്നെയായാലും ഈ വർഷം ഒത്തൊരുമയോടുകൂടി ഈ ഒരു മേള നടത്താൻ ആലോചിച്ചു. വാസ്തവത്തിൽ കേരളത്തിന്റെ ഒരു സമൂഹ മനസ്സ് വെച്ച് നോക്കിയാൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ജനലക്ഷങ്ങളാണ് പങ്കെടുക്കുന്നത്. ആരും കാണാൻ പോകുന്നതില്ല. എല്ലാവരും ശ്രദ്ധയോടുകൂടി കുളിക്കുകയും നദി സ്നാനം ചെയ്യുന്നു, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു, 3 ക്ഷേത്രങ്ങളിലും ദർശനം ചെയ്യുന്നു. അതും കൊച്ചു മക്കള്, മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും, യുവാക്കള് യുവതികള്, എല്ലാ തലമുറകളിലും പെട്ടവർ. ആരും വെറുതെ കാണാൻ പോകുന്നതില്ല. എന്ന് മാത്രമല്ല, വൈദികവും താന്ത്രികവും മാന്ത്രികവും ശാക്തയത്തിന്റെ തന്നെ വിവിധ ധാരകളും എല്ലാത്തിന്റെ ആചാര്യന്മാരും, അതുപോലെ മലബാരവും വനവാസികളുടെ മറ്റ് വിശിഷ്ട ഉപാസനാ രീതികളിലൊക്കെ അവിടെ ക്ഷണിക്കപ്പെടുകയും അവരുടെ കർമ്മങ്ങൾ അവിടെ നടത്തുകയും ചെയ്യും. വ്യത്യസ്ത കലകളുടെ ആചാര്യന്മാരും കലാകാരന്മാരും ഇങ്ങോട്ട് വന്ന് സമർപ്പണമായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇത് കേരളത്തെ സംബന്ധിച്ച് നമുക്ക് വലിയൊരു പരിവർത്തനം, ഒരു സംശയം. ഇത് കേരളമാണ്, ഇത് കേരളമാണ്, ഇത് കേരളമാണെന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ആണെന്നാണല്ലോ അപ്പോ വരുത്തി കൂട്ടണം. അതല്ല, ഭാരതത്തിന്റെ ഹൃദയം എന്താണോ അത് തന്നെയാണ് കേരളത്തിന്റെയും ഹൃദയം. പല കാരണങ്ങളെ കൊണ്ട് അത് നമ്മൾ വിസ്മരിച്ചതായി. അതിലൊന്ന് സ്പർശിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പ്രകടമാകും, പ്രകാശിക്കും എന്നുള്ളതിന്റെ സുവ്യക്തമായ നിദർശനമാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആശ്രമത്തിന് പലപ്പോഴായിട്ട് പലരും പോയിരുന്നു. പൗരാഷ്മായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് സ്വീകരിച്ച സ്വീകരിച്ച ഏറെക്കുറെ കേരളത്തിലുള്ള എല്ലാവരും പോയിട്ടുണ്ട് പലപ്പോഴായി. അതൊക്കെ പറഞ്ഞു വലിയ അനുഭവമാണ്. പലവിധ തിരക്കുകൊണ്ട് നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നാണ് ഇന്ത്യയിൽ പോയത്. വളരെ സന്തോഷം തോന്നി. എന്ത് പറഞ്ഞു സംസാരിച്ചു, വളരെ സന്തോഷം. സന്തോഷം തോന്നിയത് പല്ല് ഭഗവാന്റെ എത്തിയിട്ടുള്ള സന്തോഷമുണ്ട്. നടന്നു പോണ വഴിക്ക് കാല് പിടിക്കാനുള്ള തിരക്ക്, അതിനെന്താ സന്തോഷം? അത് സന്തോഷം. കാരണം കേരളം സന്യാസിയെ ആദരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും പരിചയപ്പെടുന്നത് വേറെ വിഷയം. കാരണം യൂട്യൂബിലും അതുപോലെ ടിവിയിലൊക്കെ സ്ഥിരമുള്ളത് കൊണ്ട് പരിചയം ഉണ്ടാവും. അതൊരു ഘടകമാണ്. എങ്കിൽ തന്നെയും കേരളത്തിലെ മാറുന്നൊരു മുഖം നമുക്ക് ദിവസം അനുഭവിക്കാൻ കഴിയും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. സെൽഫി എടുക്കാനുള്ള തിരക്ക്, ഒരു സെൽഫി കൊണ്ടുപോകും. അപ്പൊ ചില പെൺകുട്ടികൾ, ചില ആൺകുട്ടികൾ, യുവതികളുള്ള ഓട്ടോഗ്രാഫ്. ഇത് വലിയൊരു പരിവർത്തനത്തിന്റെ സൂചകമാണ്. കാരണം നമ്മളൊക്കെ സ്വന്തം അനുഭവം പറയാമല്ലോ. ഈ പറയുന്ന ആള് ഒരു 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 11ാം ക്ലാസ് പറയാൻ വയ്യ, 11ാം ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം, ഉള്ള സമയത്ത് ഒരു സന്യാസിയെ കാണുമ്പോൾ സാമാന്യേന ഒരു പണിയെടുക്കാണ്ട്
ചാപ്പാടടിക്കുന്ന സാധനം, ഗൃഹസ്ഥന്മാർ പണിയെടുത്തുണ്ടാക്കുന്ന പൈസ റോക്കറ്റിലാക്കാൻ വേണ്ടി കാവി കൊടുത്ത് നടക്കുന്ന ചില വർഗം നമ്മൾ ധാരണ ഉണ്ടായിരുന്നത്. അച്ഛൻ തുറന്നു പറയാം. പിന്നെ അവരോട് സംഘടിക്കാൻ പോകും, നിർത്തിയില്ലാതെ വേറെ വിഷയം. എന്നാൽ അവരെ കാര്യം പിടിക്കാൻ പോകും, പോകില്ല. കേരളം മാറി. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ അനുഭവം, കോഴിക്കോട് ജില്ലയിലെ വടക്ക് കിഴക്കൻ പ്രദേശത്ത് 1990-91 കാലഘട്ടത്തിലൊക്കെ നമ്മൾ യാത്രയുടെ ഭാഗമായിട്ട് ബസ് കാത്തു നിൽക്കുകയോ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലേക്ക് നടക്കുകയോ അല്ലെങ്കിൽ ജീപ്പ് കാത്തു നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ധാരാളം ചെറുപ്പക്കാർ അടുത്ത് വരും, ഒന്ന് കാത്തിരിക്കും, തിരിച്ചു പോകും. ഇതായിരുന്നു 3.5 ദശകം മുമ്പുള്ള കേരളം. എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ഒരു കുട്ടി പോലും ഒരു സന്യാസികൾ അങ്ങനെ വരുന്നതാണ്. നമ്മൾ എവിടുന്ന വരുന്നത്, അങ്ങോട്ടാ പോകുന്നത്. പക്ഷെ രണ്ടുപേർക്കായിട്ടുള്ളതല്ല, ഏത് സ്വാമിയാണ് ഒരിക്കലും അങ്ങനത്തെ പോലെ പെരുമാറില്ല. ഉറപ്പ് പറഞ്ഞോ. ഇതൊരു പരിവർത്തനം. ഈ പരിവർത്തനം എങ്ങനെ സംഭവിച്ചു? അകസ്മാത് സംഭവിച്ചതല്ല. നിരന്തരമായ പ്രവർത്തനത്തിലൂടെ ധാരാളം സന്യാസിമാരുടെയും ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ സ്വയംസേവക സംഘമാകട്ടെ, അല്ലെങ്കിൽ അത് പരിവാര പ്രസ്ഥാനങ്ങളാവട്ടെ, അല്ലെങ്കിൽ സംഘവും പരിവാരവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സന്യാസിമാരുടെ പ്രവർത്തനമാകട്ടെ, അതുപോലെ നമ്മുടെ ശാസ്ത്ര പ്രവർത്തനം ചെയ്യും നവാഹാദികളൊക്കെ എല്ലാം ചേർന്നുണ്ടാക്കിയൊരു ഒരു ഫലമാണ്. ഇന്ന് നമുക്ക് അറിയാം, ജനലക്ഷങ്ങൾ ഒത്തുകൂടുന്ന ഭജനകളാണ് ചെറുപ്പക്കാരിൽ നടത്തുന്നത്. കഴിഞ്ഞ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഗുരുവായൂർ പ്രധാന തീർത്ഥസ്ഥലികളിൽ വിശേഷിച്ച് വിശിഷ്ടങ്ങളായ നദികളിൽ സ്നാനവും വിശേഷ ദേവതാ സാന്നിധ്യം കണ്ടുകൊണ്ടുള്ള ഉപാസനകളും പതിവുണ്ട്. എത്ര കാലങ്ങളായിട്ട് നമുക്കറിയില്ലാത്ത കാലമായിട്ടൊന്നും ജനസഹസ്രങ്ങളാണ് പ്രയാഗ്രാജിൽ കൽപ്പവാസം ചെയ്യും. കുംഭമേളയ്ക്ക് പ്രാധാന്യം സന്യാസിമാർക്കാണെങ്കിൽ കൽപ്പവാസത്തിൽ പ്രാധാന്യം ഗൃഹസ്ഥന്മാർക്ക്. അവിടെ ഗംഗാ യമുന സംഗമ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ കുടികളുണ്ട്. അങ്ങനെയുള്ള കുടികളിൽ ഒരു മണ്ഡലകാലം എങ്കിലും ഉപാസന ചെയ്ത് മന്ത്രോപാസന ചെയ്ത് വ്രതനിഷ്ഠയോടുകൂടി കഴിയുന്നതാണ്. അപ്പൊ 10,000 വിട്ടു ജനലക്ഷങ്ങളാണ് ഇപ്പോ കൽപ്പവാസം ചെയ്യുക. വലിയ ഉത്സവമല്ല, ഒതുങ്ങിയിട്ടില്ല. അതുപോലെ തന്നെ കാശിയിലായാലും പ്രയാഗ്രാജിലായാലൊക്കെ തന്നെ നദീ സ്നാനം ഏറ്റവും വിശിഷ്ടമായി മാനിക്കപ്പെടുന്നതാണ്. അതിൽ തന്നെ വിശേഷ ദിവസങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു പൈതൃകത്തിന്റെ പ്രാചീനമായ എന്തെല്ലാം ഭാവങ്ങൾ നമുക്കുണ്ടായിരുന്നു അതറിയാത്ത വലിയൊരു അറിവില്ലായ്മയുടെ അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ
അറിയുന്നത്. അനുഷ്ഠാന വിഷയങ്ങൾ തന്നെ സവിശേഷതയുള്ള അനുഷ്ഠാനങ്ങളെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷെ സാമാന്യമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹം പിന്നോക്കം പോയി. ഉദാഹരണമാണ്, പൊതുവെ നമുക്ക് ഗോത്രം പോലും അറിയാത്ത ഒരവസ്ഥയാണ്. മലയാളികൾക്ക് നമ്മൾ ഉത്തരഭാരതത്തിൽ പോയി എന്തെങ്കിലും ചില കർമ്മങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില ഉപാസനകളുടെ ഭാഗമാകുകയാണെങ്കിൽ എന്താണ് ഗോത്രം എന്ന് ചോദിച്ചാൽ മേൽപ്പൊട്ടിക്കണം. ഏത് കാലമായി എത്ര കാലമായി ഒരു അന്തരം വന്നിട്ട് നമുക്ക് അറിയില്ല. പക്ഷെ ദീർഘകാലമായി ഉറപ്പാണ്. 1, 2, 4, 5 നൂറ്റാണ്ടുകളോ അഥവാ തലമുറകളോ അല്ല. അന്തരം വന്നത് അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് അത്രമാത്രം നമുക്ക് അറിയുന്നു അറിയില്ല. ഏതായാലും അതുപോലെ തന്നെയാണ് നമ്മുടെ പല പ്രാചീന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിസ്മൃതങ്ങളും. പിന്നീട് ഏതൊക്കെ രൂപത്തിൽ അവ പ്രചരിതമായോ ആ രീതിയിൽ അറിയപ്പെടും. അതിന് ചെറിയ ഉദാഹരണമാണ് മാമാങ്കം. മാമാങ്കം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത് സമുദ്രയുടെ അധീശത്വത്തിൽ നിന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടി വള്ളുവനാട്ടിൽ നിന്ന് കുടുക്കിയോടുകൂടി ചാവറുകൾ വരുന്നതും അവിടെ കൊല്ലപ്പെടുന്നതും രക്തപ്പുഴകൾ ഒഴുകുന്നതും, ഓരോ മാമാങ്കത്തിലും നിലപാട് തറയിൽ നിന്നുകൊണ്ട് സമുദ്രി കൊണ്ടും അധീശത്വം ഉറപ്പിക്കുന്നതൊക്കെയാണ് നമുക്കറിയാം. പക്ഷെ അവിടെ ചോദ്യം യുക്തിപൂർവ്വം ചിന്തിക്കുന്നവർക്ക് എന്തുകൊണ്ട് അത്തരം ഒരു ചടങ്ങ് വന്നു? അപ്പൊ അതിന് പിന്നിൽ എന്തെങ്കിലും ചില കാര്യകാരണങ്ങൾ വേണ്ടേ? ഈ ചിന്ത പല അന്വേഷകരെയും ഗവേഷണത്തിന് നയിച്ചിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട്. പല പഠനങ്ങളും പല നിലയ്ക്ക് നടന്നു. അത് മാമാങ്കം തന്നെയാണ് കൊല്ലയിലെയും കൊലയിലെയും മാത്രം ചരിത്രമാണെന്ന് ഉറപ്പിക്കാൻ വെക്കുന്ന വലിയ വിഭാഗം നമ്മുടെ സമൂഹത്തിലാണ്. ഇവർ പരസ്പരം വെട്ടി മരിച്ചൊരു സമൂഹമാണ് എന്ന് വരുത്തുക കൂടിയാണ് ഉദ്ദേശം. അവിടെയാണ് ഇതിന്റെ പിന്നിൽ മറ്റു പല വിശേഷതകളും ഉണ്ടായിരുന്നെന്നും ബ്രഹ്മ വിഷ്ണു മഹേശ്വര സാന്നിധ്യം, ത്രിമൂർത്തി സാന്നിധ്യമുള്ളതായ ഭാരതപ്പുഴയിലെ തീരത്ത് തിരുനാവായി കേന്ദ്രീകരിച്ച് വിശിഷ്ടങ്ങളായ നദീ ഉത്സവങ്ങൾ നടന്നിരുന്നു എന്നും മറ്റുള്ള കണ്ടെത്തലുകളിലേക്ക് നമ്മൾ ഉയരുന്നത്. ഇതിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഫെലോഷിപ്പോടുകൂടി ഈ വിഷയത്തിൽ വളരെ പഠനം നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പഠനത്തിൽ നിന്നാണ് വാസ്തവത്തിൽ സമീപകാലത്ത് മാമാങ്കത്തിനും കാരണമായിട്ടുള്ള മാഘമക മഹോത്സവം, മാഘമാസത്തിലെ മകം നക്ഷത്രത്തിൽ സർവദേവതകളുടെയും സാന്നിധ്യം ഉണ്ട് എന്ന വിശ്വാസത്തിനനുസൃതമായിട്ട് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭക്തജനങ്ങൾ വന്ന് പങ്കുചേർന്നിരുന്ന വലിയ നദീമേളനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിലേക്ക് വരുന്നു.
ചർച്ചകൾ നടത്തി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടുക തന്നെയാണ് വേണ്ടതെന്നാണ് നമ്മുടെ അഭിപ്രായം. ഇത് പറയാൻ കാരണം സമീപ കാലത്ത്, അതായത് 2016-ലാണ് 2016-ലാണ് ആദ്യമായിട്ട് സമീപകാലത്തിൽ മേളനം രണ്ടാമത് ആരംഭിച്ചു, 2016. അതിനുശേഷം സ്വയം ഒരു ചരിത്രകാരനാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി, നമുക്കറിയില്ല, നേരിട്ട് കണ്ടിട്ടില്ല, ഫോണിലൂടെ മാത്രമാണ്, വളരെ ശക്തമായി തന്നെ ചിദാനന്ദ സമീപമുള്ളവരോട് പങ്കെടുക്കരുത്, ഈ പറയുന്നൊന്നും ശരിയല്ല എന്നും മറ്റും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഞാൻ ചരിത്ര പഠനം നടത്തിയിട്ടില്ല, അതെന്റെ മേഖലയുമല്ല. പക്ഷെ ചരിത്ര പഠനം നടത്തി രമേശ് അതിനെ വേണ്ടി മുൻകൈയെടുത്തവർക്ക് സാമ്പത്തിക കഷ്ടം കൂടി വരാതെ അത് പൂർത്തിയായ നന്നായിരുന്നു എന്നാണ് നമ്മുടെ ഒരു സങ്കല്പമുള്ളത്. അല്ലേ? വലിയ തെളിവുണ്ടോ? എന്നാൽ 2 കരയിലും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു 10 കോടി രൂപയെങ്കിലും വരും. പലവെത്ര അവർക്ക് അറിയുള്ളൂ. എങ്കിലും കേരളത്തിന്റെ ഒരു സമൂഹ മനസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2 കോടിയൊക്കെ വരവുണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മാക്സിമം 3 കോടി, ബാക്കി 7 കോടിയോളം നഷ്ടം ഉണ്ടാവാനാണ് സാധ്യത. ആര് നഷ്ടം വഹിക്കും? അങ്ങനെ നഷ്ടം വന്നാൽ അടുത്ത കൊല്ലം ചെയ്യാൻ ഉത്സാഹം ഉണ്ടാകുമ്പോൾ ഇത് വലിയ ചോദ്യങ്ങളാണ്. ഒന്നും അറിഞ്ഞിട്ട് പറയുകയല്ല, എന്നാലും പ്രാഥമിക കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയണം. ഇതിൽ നല്ലൊരു തുടക്കമായിട്ടത് തീർന്നിട്ട് നിങ്ങളൊക്കെ പോയി കണ്ടപ്പോ ഞങ്ങൾ 10 കൊല്ലം മുമ്പിലേക്ക് പോയി. 2014 കൂടിയപ്പോൾ വലിയ തുടക്കമാണെങ്കിലും വലിയൊരു മേളയായി മാറുന്ന മനസ്സ് കാണാം. അതിന് ഇല്ലെന്ന് കൊടുക്കണ്ടല്ലോ എന്നൊന്ന് പറഞ്ഞിരുന്നു. ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഒരു മേളയായിട്ട് മാറും. എല്ലാവരും സങ്കല്പിക്കണം, സങ്കല്പിക്കാൻ പൈസ ഒന്നും കൊടുക്കണ്ടെന്ന് അന്ന് പറഞ്ഞത് ഓർമ്മ പോയപ്പോ. അതിന് പൈസ ഒന്നും കൊണ്ടല്ലോ, സങ്കല്പിക്കാൻ പൈസ ഉണ്ടോ? ഏതായാലും കാണുമ്പോൾ സന്തോഷം. അതുകൊണ്ട് അതിനെ മുൻകൈ എടുത്തവരെ അഭിനന്ദിക്കുകയും ചെയ്തു. അർത്ഥമായിട്ടത് മറന്നില്ല. അത് കഴിഞ്ഞു നാളെ തീരും. നമ്മളെ മനസ്സിന് പോകരുത്. ദിവസവും ഗംഗാസ്നാനം ചെയ്യണം. ഇങ്ങനെ ദിവസവും ഗംഗാസ്നാനം ചെയ്യാം. നമ്മള് കേരളത്തിലല്ലേ, ഇവിടെ ഗംഗ ഇല്ലല്ലോ. ഏത് ജലമായാലും ഗംഗയാണ്. ഗംഗേ യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു എന്ന പ്രാർത്ഥനയോടുകൂടി കുപ്പി വെള്ളം എടുത്തിട്ട് ഒഴിച്ചാലും അത് ഗംഗാജലം തന്നെയാണ്. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഗായത്രിയുണ്ട്. ഒരു പ്രാവശ്യം പോലെ എന്നാണ് എങ്കിലും എന്ന് പറഞ്ഞു. ഒരല്പമെങ്കിലും ഗീത വായിക്കുക. ഗോവിനെ ആദരിക്കുന്ന മനോഭാവം ഉണ്ടാക്കുക. ഗോവ്, പശു, ഗോവ്, ഭൂമി, ഗോവ്, വേദം, ഗോവ്, ജ്ഞാനം, ഗോവ്, രശ്മി. ഇത്രയും അർത്ഥങ്ങൾ മനസ്സിൽ വെച്ച് ഗോവിനെ ആദരിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് വലിയ റോഡാണ്. അതവിടെ നല്ല മിടുക്കിമാര് പെൺകുട്ടികൾ, ഒരു 7-8 പെൺകുട്ടികൾ. എന്തൊരു ഭജനയാണ്! അവര് തുള്ളൊന്നും ചാടുന്നൊന്നുമില്ല, പക്ഷെ ചാടിക്കുന്ന ഭജനയാണ്. അവര് ചേർന്നില്ല. എന്നിട്ട് ഹോളിലുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരൊക്കെ ഇത്ര കസേരയിൽ വിളിച്ച് ഒക്കെ ആ ഭജനയ്ക്കനുസരിച്ച് നൃത്തം വയ്ക്കാനും ഒക്കെ തുടങ്ങും. ഇത് നിത്യമെങ്ങും കണ്ടതാണ് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഒക്കെ. പക്ഷെ കേരളത്തിൽ കണ്ടില്ല. കേരളത്തിൽ നമുക്ക് അങ്ങനെയല്ല, ഇന്ന് മാറിക്കഴിഞ്ഞു.
ഗുജറാത്തിലൊരു ഭജനയാണെന്ന് വിചാരിച്ചു. രണ്ടുപേരും ഭജന ചൊല്ലിച്ചാൽ 5 മിനിറ്റ് അപ്പോഴത്തേക്ക് കാണാം ഓരോരുത്തരെ കേൾക്കണം. അവരുടെ കവിതയിൽ വലിയൊക്കെ ഉണ്ട്, ചില നൃത്തങ്ങൾ, ചില ആംഗ്യങ്ങൾ. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അവരുടെ എല്ലാവരും നൃത്തം ചെയ്യും. നിറഞ്ഞ കണ്ണുകളോട് കൂടി ഭക്തിരസത്തോട് കൂടി. അതെ അതെ, അപ്പൊ അത് വലിയൊരു പരിവർത്തനം സംഭവിക്കുന്നു. അതോട് പറയാനുള്ളത്, ഇത്തരം സന്ദർഭങ്ങൾ നമ്മുടെ സാമാജിക ഏകതയുടെ, ധർമ്മജാഗരണത്തിന്റെ വേദികളാണ്. ആ വിധത്തിൽ അവരെ നോക്കിക്കാണാൻ കൂടുതൽ കൂടുതൽ അതിനെ ഉയർത്താനും അതൊക്കെ വേണ്ട രീതിയിൽ നടന്നു പോകാൻ സഹയോഗം ചെയ്യാനും ഒക്കെ നമ്മുടെ സമാജം കൂടുതൽ കൂടുതൽ സജ്ജമാക്കണം. BJP ആയിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ള മക്കളൊക്കെയാണ് അയാളുടെ രൂക്ഷത. എനിക്ക് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നല്ലാതെ വോട്ടാർക്കാ ചെയ്തതെന്ന് വെളിപ്പെടുത്താനും പറയും നമ്മുടെ നിയമം അനുസരിച്ച്. അല്ലാതെ എനിക്കൊരു ബന്ധമില്ല. അയാളെ ദോഷത്തോടുകൂടി പറഞ്ഞത് ഏറ്റവും അധികം ഗോക്കളെ കൊന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് ഭാരതം. അത് നമ്പർ 1 നിങ്ങളുടെ UP ആണ്. സന്യാസി ഭരിക്കുന്ന UP ആണ്. പശുവിൽ കൊന്ന് കയറ്റിയായിട്ട് നിങ്ങൾ ആരാ പറഞ്ഞു? കേരളത്തിലെ മുഴുവൻ വ്യക്തമായി പറയാം, ഹിന്ദുധർമ്മത്തെ അപകടിക്കാൻ വേണ്ടി മാത്രം യൂട്യൂബിൽ എഴുതുന്ന, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതുന്ന, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ ഏത് പുതിയ നവീന സമൂഹ മാധ്യമത്തിലായാലും എഴുതുന്ന വിഭാഗം വളരെ ആക്റ്റീവാണ് ഈ ഒറ്റ വിഷയത്തിൽ. പറയേണ്ടി വന്നു, ഈ പശുവിനെയും പോത്തിനെയും തിരിച്ചറിയാത്ത പോത്ത അകത്ത് നമ്മൾ എന്താ പറയുക, പശുവിനെയും പോത്തിനെയും തിരിച്ചറിയാത്ത പോത്ത അവർക്ക് നമ്മൾ നിങ്ങൾ പറഞ്ഞു നമ്മൾ. എന്നിട്ട് ഞാൻ ബീഫ് പറഞ്ഞ പശു ആരാ പറഞ്ഞ? അപ്പൊ സ്വാമി പോത്തിന് ജീവനില്ലേ? ഉണ്ടല്ലോ. പോത്തിനെ പറയുന്നത് ബാബാല്ലേ? ബാബാന്ന് ബാബാണ്. ഞാൻ ബാബാന്ന് കരുതിയോണ്ട് നാട്ടിലും പോത്തിന് തിന്നു വെച്ചാണ്ടാവുക. ലോകം മുഴുവൻ കഴിക്കുന്നത്. പശുവിന്റെ മാംസം എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇല്ല. എന്നല്ല, ഗോവിനെ വധിക്കുന്നത് നിരോധിച്ച സംസ്ഥാനങ്ങളാണ് ഭൂരിഭാഗവും ഭാരതത്തിൽ. ഭൂരിഭാഗം. അതുകൊണ്ട് ഇത്തരം പ്രചരണങ്ങളിൽ നമ്മൾ തൊട്ടുകൊണ്ട ഗോവിനെ വിശിഷ്ടമായി ആദരപൂർവ്വം കാണുക. ഗംഗ, ഗീത, ഗായത്രി, ഗോ. അതുപോലെ ആചാരാനുഷ്ഠാനങ്ങളിൽ ശക്തമായി നാം ഒന്നാമെന്ന ഭാവനയെ കൂടി ഉറപ്പിച്ചുകൊണ്ട് ഏകതയോടുകൂടി ശക്തമായി മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തികമായി, സന്താനബലത്തിൽ, സംഘടനാപരമായി ഒക്കെ ഉയർന്നു പോകും. ഇതിൽ സന്താനബലത്തിൽ എന്ന് പറഞ്ഞത് എല്ലാവരും ഒറ്റപ്പണി ചെയ്തു ഇന്നെ പോയിട്ട് അത് ഇപ്പൊ നമുക്ക് തന്നെ ചെയ്യാം. എല്ലാവരുടെ കയ്യിൽ സ്മാർട്ട് ഫോൺ ഉണ്ടാവും. അന്ന് ഇന്റർനെറ്റിൽ പോയിട്ട് 2002 SIR ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പൊ 2025 ഫൈനൽ സ്റ്റേജിലെത്തി SIR ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലെയും വോട്ടർമാരുടെ പേരൊന്ന് വായിച്ചു. അതേകൊണ്ട് 23 വർഷം കൊണ്ട് കേരളത്തിൽ വന്ന പരിവർത്തനം എത്ര എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് സന്താനപരം ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. അതുകൊണ്ട് മേളയിൽ പങ്കെടുത്ത് തിരിഞ്ഞു പോയി എന്ന് പറഞ്ഞ പ്രയോജനമില്ല. മേള നൽകുന്ന
നൽകുന്ന സന്ദേശം